ഡബിങ് ആർട്ടിസ്റ്റ് കൂടിയാണല്ലോ ചോദിച്ചത്. ഈ സിനിമയിൽ വല്ല ഡബ് ചെയ്തിട്ടുണ്ടോ? സ്മോക്കിംഗ് ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. അത് ഞാനാ പറഞ്ഞത്. അത് മാറ്റിയോ? ഞാൻ മാറ്റി. അദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും നിങ്ങളെ കാണിക്കുന്നതിനൊക്കെ മുമ്പ് ഒരു എഡിറ്റിന്റെ ഒരു രീതി ഉണ്ടല്ലോ, വീട്ടിൽ പടം ഇട്ട് കണ്ടിട്ട് എല്ലാം ക്രൂരനായി എഡിറ്റ് ചെയ്ത് കളയുന്ന ഒരു രീതി, അത് തലവനിലും ഉണ്ടായിരുന്നു. തലവനില് ആദ്യം മുതൽ, അതായത് ഇതിന്റെ നമ്മൾ വായിച്ച് കമ്മിറ്റ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റിൽ നിന്ന് ഈ സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ത്രൂ ഔട്ട് ഈ സിനിമയ്ക്ക് ഒരു എവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഷൂട്ട് ചെയ്യുന്നത് അനുസരിച്ച് അതിന്റെ സ്ക്രിപ്റ്റിന് ഇവോൾവ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് ജിസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ചെയ്തു. ആ ഷൂട്ട് ചെയ്ത സിനിമയിൽ നിന്ന് ഒരുപാട് ഫൈൻ ട്യൂൺ ചെയ്യാൻ ഇതിന്റെ ഫൈനൽ എഡിറ്റിലേക്ക്, ഇപ്പൊ ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് എന്താണ് ഇത്രയും ദിവസം ഇതിന്റെ റിലീസിന് എടുത്തത് എന്ന് ചോദിച്ചതിന് ഒരു മറുപടി ഇതിന്റെ ഈ ഫൈൻ ട്യൂണിങ് തന്നെയാണ്. എനിക്ക് നേരത്തെ ഞാൻ എടുത്ത് പറയണമെന്ന് ആഗ്രഹിച്ചതാണ് സൂരജിനെ പറ്റിയിട്ട്. ഓരോ പ്രാവശ്യം ഞാൻ ജിസിന് ഇതുപോലെ എവിടെയാണ് എന്ന് ചോദിച്ച് വിളിക്കുമ്പോഴും സൂരജിന്റെ കൂടെയാണ് ഇരുന്ന് ഓരോ ഫോർമാറ്റും ഞാനിതിന്റെ 3 വേർഷൻ ഓഫ് എഡിറ്റ്സ് കണ്ടു. ഏറ്റവും ഫൈൻ ട്യൂൺ ആയിട്ട് ചെയ്ത്, ഏറ്റവും നമ്മളിപ്പോ പറയല്ലോ ഫസ്റ്റ് ഹാഫ് ലാഗ്, സെക്കൻഡ് ഹാഫ് ലാഗ് എന്ന് പറയില്ല, അത് അങ്ങനെയുള്ള കോമന്റ്സ് ഒക്കെ ഒഴിവാക്കാം എന്ന് തോന്നുന്ന ഒരു വേർഷനിലേക്ക് ഈ സിനിമ എത്തിയതിനു ശേഷമാണ് ഇതിന്റെ റിലീസ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഒരു കണ്ണിച്ചോര ഇല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് സാധാരണ നിങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കേട്ടു ആ ചോദ്യം. ഈ സിനിമ വരെ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ പോകുമ്പോ വൈഫ് ഒക്കെ ചോദിക്കുന്നത് മീറ്റിംഗ് ഉണ്ടല്ലേ എന്നുള്ളായിരുന്നു. പക്ഷെ ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങി കഴിഞ്ഞപ്പോ ആ ചോദ്യം മാറി എഡിറ്റിംഗ് ഉണ്ടല്ലേ, അങ്ങനെ മാറി. അതിപ്പോ ഈ വിജയചേട്ടനായിട്ടുള്ള അസോസിയേഷൻ ഇപ്പൊ അനുരാഗ് ചെയ്യുമ്പോൾ അത് പുതിയൊരു ജോണർ, അതായത് ലവ് സ്റ്റോറിൽ തന്നെ പുതിയൊരു കൈൻഡ് ഓഫ് ലവ് സ്റ്റോറി ഓപ്പൺ ആയതാണ്. വെള്ളിമൂങ്ങ ഉണ്ടാക്കിയ ഒരു ജോണർ ഷിഫ്റ്റ് നമുക്കറിയാം. അങ്ങനെയുള്ള തമാശകൾ വന്നതാണ്. അപ്പൊ ആ മനുഷ്യനായിട്ടുള്ള അസോസിയേഷൻ ആക്ടർ എന്നുള്ള രീതിയിലും ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിലും അത് ഇപ്പൊ എത്രത്തോളം മാറിയിട്ടുണ്ട് റാപ്പൊക്കെ? ബിജേട്ടൻ എനിക്ക് ഒരു സിനിമ ഒരു സഹപ്രവർത്തകൻ എന്നുള്ളതിനേക്കാളൊക്കെ ഒരുപാട് വലിയ സ്പേസ് എനിക്ക് തന്നിട്ടുണ്ട്. എന്നെ വളരെ സ്നേഹത്തോടെ കൊച്ചെറുക്കാന്നാണ് എപ്പോഴും ബിജേട്ടൻ വിളിക്കാറുള്ളത്. അത് ബിജേട്ടൻ്റെ കൂടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലൊക്കേഷനിലാണെങ്കിലും ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഹോട്ടലിലുള്ള സമയമൊക്കെ ആണെങ്കിലും എല്ലാം ഒരു മെമ്മറബിൾ ആയിട്ടുള്ള സമയമാക്കി അദ്ദേഹം മാറ്റിയിരിക്കും എന്നുള്ള കാര്യത്തിന്റെ അത് ഒരു സംശയമില്ല. ഒരുപാട് ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ബിജേട്ടനെ പറ്റി എടുത്ത് ഒരുപാട് പോലീസ് വേഷങ്ങൾ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള ഒരാളാണ്. ബിജേട്ടന്റെ ഫാദർ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. ബിജേട്ടൻ ഒരു നല്ല പ്രായം വരെ അദ്ദേഹം വളർന്നത് പോലീസ് ക്വാർട്ടേഴ്സിലാണ്. അതുകൊണ്ട് നമ്മളെക്കാളൊക്കെ പോലീസുകാരെ പറ്റിയും അവരുടെ രീതികളെ പറ്റിയും ഒക്കെ വളരെ കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ബിജേട്ടൻ. അപ്പൊ ബിജേട്ടൻ ഒരു പോലീസ് സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ ആ സിനിമയിൽ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് അദ്ദേഹം എന്തെങ്കിലും ഒരു പ്രത്യേകത കാണാതെ ചെയ്യില്ല എന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. അപ്പൊ ഈ സിനിമയുടെ ഭാഗമായി അദ്ദേഹം വന്നപ്പോൾ അതും വലിയൊരു ധൈര്യമായിരുന്നു. നായികമാരോടാണ് സാധാരണ ഈ ജിസ് ജോയ് സിനിമകളിൽ ഒന്നില്ലെങ്കിൽ നായകനെ നന്നാക്കാനോ അല്ലെങ്കിൽ നായകൻ എന്തെങ്കിലും ഇഷ്ടത്തിൽ അപകടത്തിൽപ്പെടുത്താനാണ് നായകന്മാര് വരാറ്. അങ്ങനെ എന്തെങ്കിലും മുൻധാരണകളുണ്ടായിരുന്നു സ്ക്രിപ്റ്റ് പറയുമ്പോ? ചോദ്യം കേട്ടില്ല.